ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിലേക്ക് നയിച്ച ഭാരതാംബ ചിത്ര വിവാദത്തിൽ നിലപാടിൽ ഉറച്ച ഇരുകൂട്ടരും. രാജ്ഭവനെതിരെ നിയമ നടപടിക്ക് സർക്കാർ നിയമോപദേശം തേടിയിരുന്നു. നിയമോപദേശം ലഭിക്കുന്ന മുറയ്ക്ക് തുടർ തീരുമാനമെടുക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ സർക്കാർ പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകുന്നില്ല, നിയമോപദേശത്തിന് വേണ്ടി കാത്തിരിക്കുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? ക്രിസ്റ്റീന, സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മാറ്റമില്ലാതെ തുടരുകയാണ്. ഇതിന്റെ ഭാവി ഇനി എന്താകുമെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. കാരണം ഈ ഭാരതാംബ വിവാദത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് രാജ്ഭവൻ കൃത്യമായി നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതേ നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിനും ഉള്ളത്. ഈ നേരത്തെ തന്നെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിന് പിന്നാലെ സർക്കാർ നിയമോപദേശം തേടിയിരുന്നു. ഏതെങ്കിലും തരത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലാണ് സർക്കാർ നിയമോപദേശം തേടിയത്. പക്ഷേ ആ നിയമോപദേശം ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതിനുശേഷമായിരിക്കും അത്തരത്തിലൊരു തുടർ നടപടി ഉണ്ടാകുന്നത്. ഒപ്പം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്നതാണ് രാജ്ഭവന്റെ നിലപാട്. പക്ഷേ ആ ആരോപണം നിലനിൽക്കില്ല എന്ന് സർക്കാരും വാദിക്കുന്നുണ്ട്. ഇതിൽ നിയമപരമായി പോകാനുള്ള സാധ്യത കുറവാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ മറ്റ് നടപടികൾ ചിലപ്പോൾ രാജ്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കാം. കാരണം നേരത്തെയൊക്കെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അതൃപ്തി ഉണ്ടാകുമ്പോൾ സർക്കാരിനെ നേരിട്ട് ഈ രേഖാമൂലം ഗവർണർ അറിയിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ സർക്കാരിനും ചീഫ് സെക്രട്ടറിക്കും അതൃപ്തി അറിയിച്ചുകൊണ്ട് കത്തുകൾ നൽകിയിരുന്നു. അത്തരത്തിൽ ചീഫ് സെക്രട്ടറിക്കോ സർക്കാരിനോ രാജ്ഭവൻ ഈ അതൃപ്തി അറിയിച്ചുകൊണ്ട് കത്തയക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. പക്ഷേ ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്ത് തരത്തിലായിരിക്കും ഒരു സർക്കാരിന്റെ നിലപാട് എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഈ കോൺഗ്രസ് ഉൾപ്പെടെ പറയുന്ന കാര്യം, മുഖ്യമന്ത്രി ഈ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഗവർണർക്ക് കത്ത് നൽകണമെന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. പക്ഷേ അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമോ എന്ന കാര്യത്തിലും ഈ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും ഗവർണർക്കെതിരെ ഉണ്ടായിട്ടുള്ള ആ ഒരു പോർമുഖം ഇപ്പോഴും അതേപോലെ നിലനിൽക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഗവർണറുടെ അധികാരവും കടമകളും ഉൾപ്പെടെ പാഠപുസ്തകത്തിൽ പഠന വിഷയമാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഘട്ടത്തിൽ കൂടി ഇനി രാജ്ഭവൻ കൂടുതൽ നിലപാട് കടുപ്പിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. മാത്രമല്ല, ഇനി നടക്കാൻ പോകുന്ന എല്ലാ പരിപാടികളിലും ഭാരതാംബയുടെ ചിത്രം വയ്ക്കുമെന്ന് രാജ്ഭവൻ നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഗവർണർ സർക്കാർ പോരൊരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. നേതാക്കളുടെ പ്രതികരണം, രാജ്ഭവൻ സ്വീകരിക്കുന്ന തുടർ നിലപാട്, ഇതൊക്കെ അതിന്റെ സൂചനയാണ് നൽകുന്നത്. ഗവർണർക്കെതിരെ അതിരൂക്ഷമായ വിമർശനം തുടരുന്നുണ്ട് CPIM നേതാക്കൾ, മന്ത്രിമാർ, പ്രധാനപ്പെട്ട നേതാക്കൾ, സർക്കാരിന്റെ ഭാഗമായുള്ള നേതാക്കളൊക്കെ.